അപ്പോഴേ ഇന്ന് ഞങ്ങളുടെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? 3-4 വറ്റ ഇരിപ്പുണ്ടായിട്ട് അന്ന് വെട്ടിയ പുഴ വറ്റ കിട്ടിയത് ഞാൻ ഉപ്പൊക്കെ പുരട്ടി വെച്ചിരുന്നു. അത് വറുത്തെടുത്തു. പിന്നെ ഇത് 2 താറാമുട്ട തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ. 2-3 താറാമുട്ട തിളപ്പിച്ചു. വേറെ കറിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ അത് തിളപ്പിച്ചെടുത്തു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ പപ്പങ്ങ കിടപ്പുണ്ടായിരുന്നു. പപ്പങ്ങയും പരിപ്പും കൂടി തേങ്ങ അരച്ച് വെച്ചൊരു കറിയാണ് കേട്ടോ. അപ്പോൾ മെഴുക്ക് പുരട്ടി വെക്കണ ഇഷ്ടമല്ല, തേങ്ങ അരച്ച് വെക്കണ എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ച് വെച്ച് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കറി താറാമുട്ട തിളപ്പിച്ചതാണ് കേട്ടോ. ഞാനിതിലിപ്പോൾ സവാളയും 2 വെളുത്തുള്ളിയും ഒരു പച്ചമുളക് ഇട്ട് വാട്ടിയതാണ്, എണ്ണയിൽ വാട്ടിയതാണ്. സവാളയൊക്കെ വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇപ്പം പൊടികളിട്ട് കൊടുക്കാം. ഇതിപ്പോൾ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, എല്ലാ പൊടികളും ഉണ്ട്. കുറേശ്ശെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മുട്ടയാണ് തിളപ്പിക്കുന്നത്. ഇത് പണ്ടത്തെ അമ്മമാരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. താറാമുട്ട തിളപ്പിച്ചത് അല്ലെ കോഴിമുട്ട തിളപ്പിച്ചത്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ ചാറൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ചാറൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. താറാമുട്ടയാണ്. ഇനി തിളക്കട്ടെ, അനക്കാതെ വെക്കുക, തിളക്കട്ടെ. അപ്പോൾ നമുക്ക് മുട്ട നോക്കാട്ടോ. മുട്ട ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. 3 മുട്ടയും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണം. ഒന്നും കൂടി റെഡിയാവാനുണ്ട്, വെന്തൊന്ന് റെഡിയാവാനുണ്ട്. മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി നോക്കാട്ടോ. മുട്ട റെഡി ആയിരിക്കണേണ്. വെള്ളമൊക്കെ വറ്റി ഒരു പൊടിക്ക് ചാറേ ഉള്ളൂ, ഇത്രയും വേണം. തീ ഓഫ് ചെയ്യാം. നമ്മുടെ അങ്ങനെ താറാമുട്ട തിളപ്പിച്ചതും റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ പറഞ്ഞ ഇതാണ്. വേറെ കറിയൊന്നും കിട്ടില്ല. 2-3 മീനുണ്ട്, അതുകൂടി വറുത്തെടുക്കണം. അപ്പോഴേ ഇന്നത്തെ സ്പെഷ്യലിന് നമ്മൾ 2 പപ്പങ്ങ വെക്കണേ കേട്ടോ. ഇവിടെ തന്നെ ഉണ്ടായ പപ്പങ്ങയാണ്. അപ്പോൾ അല്പം പരിപ്പ് ഞാൻ വേവിക്കാൻ വെച്ചിരുന്നു. അപ്പോൾ പരിപ്പിൽ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ 2 പച്ചമുളക്, ഇവിടെ ഉണ്ടായ പച്ചമുളക് തന്നെ ഇട്ടു. പിന്നെ പരിപ്പ് ഇപ്പോൾ തിളച്ച് പൊങ്ങാതിരിക്കാനായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അല്പം എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. 2 തുള്ളി എണ്ണ ഒഴിച്ചാൽ പരിപ്പ് തിളച്ച് പൊങ്ങൂല. ഇപ്പോൾ പപ്പങ്ങ ഞാൻ അരിഞ്ഞ് കഴുകി നീറ്റാക്കി വെച്ചിരിക്കുകയാണ്. പപ്പങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തേങ്ങ അരച്ചാണ് കേട്ടോ വെക്കണം, പരിപ്പും പപ്പങ്ങയും കൂടി. ഇപ്പോൾ ഒന്ന് വേകട്ടെ, എന്നിട്ട് നമുക്ക് അരപ്പൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പങ്ങ നോക്കാട്ടോ. പപ്പങ്ങയൊക്കെ വെന്ത് റെഡി ആക്കണേണ്. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് പപ്പങ്ങ. സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. അരപ്പിൽ ഇപ്പോൾ പീരയും അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടി, ചെറുജീരകം, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി, ഇത്രയാണ് എടുത്തേക്കണത്. ഇട്ട് കൊടുക്കാം.
ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്തിരി കടുക് വറവ് കൂടി ഇട്ട് കൊടുക്കണം ലാസ്റ്റ്. അപ്പോൾ നമ്മുടെ അരപ്പിട്ട് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത്ര മതി. നമുക്ക് ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിനൊരു വറവ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കടുക് വറവ് റെഡി ആയിട്ടുണ്ട്. പപ്പങ്ങയിൽ ഇട്ട് കൊടുക്കാൻ ഇത്ര മതി. നമുക്കിതിന് പപ്പങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ വറവ നമ്മുടെ പപ്പങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ ചെറിയ പാനൊക്കെ ചീത്തയായി പോയി. ഇപ്പം ഇതൊരു വലിയ പാൻ മാത്രമേ ഉള്ളൂ നല്ലതായിട്ട്. ബാക്കിയൊക്കെ മോശമായി 2 പാൻ. അതുകൊണ്ടാണ് കേട്ടോ ഇതിലെടുത്തത്. ഇത് ഇളക്കി കൂട്ടാം. പപ്പങ്ങ നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. നമ്മുടെ തന്നെ പപ്പങ്ങ ആയതുകൊണ്ട് വേറെ കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ വലിയ ഇഷ്ടവുമാണ് ഈ കറി. ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കുമ്പോഴാണ് കേട്ടോ ഇവിടെ ഇഷ്ടം. വെറുതെ ഒലത്തണത് ഇഷ്ടമല്ല. അങ്ങനെ നമ്മുടെ പരിപ്പും പപ്പങ്ങയും കൂടി വെച്ച കറി റെഡിയായി. ഓക്കെ. ഇപ്പോൾ 3-4 വറ്റ ഇത് കണ്ട ഞാൻ കഴിഞ്ഞ ദിവസം ഉപ്പ് പുരട്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് വറുക്കാൻ പോവാണ്. 4 വറ്റയുണ്ട്. അപ്പോൾ കഴിക്കാം. അപ്പോൾ ഒരു വറ്റേനെടുക്കാം. പിന്നെ എല്ലാം പ്രോട്ടീനാണ് കേട്ടോ. ഒരു താറാമുട്ട എടുക്കാം. നല്ല ചുമന്ന കാമ്പിൻ്റെ മുട്ടയാണ് കേട്ടോ. പിന്നെ ഈ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പപ്പങ്ങ കറി നമ്മുടെ തന്നെ പപ്പങ്ങയാണ്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ കറി, പപ്പങ്ങ കറി. അതാണ് ഇത്തിരി ചോര എടുത്തിട്ടുള്ളൂ. പപ്പങ്ങ ആദ്യം പപ്പങ്ങനെ തന്നെ തിന്നാം. എന്താ രസമെന്ന് അറിയാമോ പപ്പങ്ങ. കുട്ടുവിന് ഭക്ഷണം കൊടുത്താണ് കേട്ടോ. കുട്ടു പിന്നെയും മീൻ വറുത്തതിൻ്റെ സ്വരം കേട്ടിട്ട് മണം കേട്ടിട്ട്. അപ്പോൾ താറാമുട്ട ചുമന്ന കാമ്പിൻ്റെ മുട്ടയാണ് കേട്ടോ. പിന്നെ വറ്റ വറുത്തതാണ്. പൊളിയാണ് പൊളി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. വറ്റ വറുത്തത്, താറാമുട്ട തിളപ്പിച്ചത്, പപ്പങ്ങയും പരിപ്പും കൂടി തേങ്ങ അരച്ച് വെച്ചത്. ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ജാൻസി സ്പെഷ്യലിനൊന്ന് ഓർത്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഈ കൊച്ചു കൊച്ചു വീഡിയോയൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്നോട് സഹകരിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും ഒത്തിരി പേര് ലൈക്കും കമൻറ്റൊക്കെ ഇട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നെ എൻകറേജ് ചെയ്യുന്ന എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ഒത്തിരി സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബൈ.